പഴയ ചില തെറ്റുകൾ തിരുത്തി കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരികയാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി കെ.എസ്. ശബരീനാഥൻ. അതിന്റെ മാറ്റങ്ങൾ ജനങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനുകളിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, വികസനമില്ല. ഒരു വിഷനില്ലാത്ത രീതിയിലുള്ള ഭരണമാണ് ഇവിടങ്ങളിൽ നടക്കുന്നതെന്നും ശബരീനാഥൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടായിരുന്നു ശബരീനാഥന്റെ പ്രതികരണം. തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നിങ്ങൾ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലോ, നല്ല സ്ഥാനാർത്ഥികളാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. സ്ഥാനാർത്ഥികളിൽ നഗരത്തിന്റെ പരിച്ഛേദം പോലുമുണ്ട്. ടെക്കി മുതൽ ആശാവർക്കർ വരെ നമ്മുടെ പാനലിലുണ്ട്. അതിനെയെല്ലാം ജനങ്ങൾ വളരെ പോസിറ്റീവായാണ് കാണുന്നത്, ശബരീനാഥൻ പറഞ്ഞു. കേരളത്തിൽ ബി.ജെ.പിക്ക് 2 മുനിസിപ്പാലിറ്റികളാണ് ഭരണമുള്ളത്. പാലക്കാട് മുനിസിപ്പാലിറ്റി, പന്തളം മുനിസിപ്പാലിറ്റി എന്നിവയാണ് അത്. കേരളത്തിലെ ഏറ്റവും മോശം മുനിസിപ്പാലിറ്റികളിൽ 2 ഇവ. പന്തളത്ത് മുനിസിപ്പാലിറ്റിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പുകയുകയാണ്. പാലക്കാട് പ്രധാന നഗരങ്ങളിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ. ത്രിതല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ച ബി.ജെ.പിയുടെ 2 നഗരസഭകളിലും ഭരണം പരാജയമാണ്. ശബരീനാഥൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും നയങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിനായാണ് എന്നെപ്പോലെ പാർട്ടിയിൽ സ്ഥാനമുള്ള ആളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. ഒരു എം.എൽ.എയോ മുൻ എം.എൽ.എയോ പാർട്ടി സെക്രട്ടറിയോ മാത്രമല്ല പാർട്ടി. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ മുതൽ ഉപയോഗപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ടിക്ക് കേരളത്തിൽ ഒരു നിലയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ജനങ്ങൾ എഴുതിയ വിധിയല്ല. പാർട്ടിക്കകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസ് പരാജയപ്പെട്ട എത്രയോ മണ്ഡലങ്ങളുണ്ട്. ആ തെറ്റുകൾ തിരുത്തി മാപ്പു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഐക്യത്തോടെ തിരികെ വരികയാണ്, ശബരീനാഥൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.